നല്ല കടുത്ത വേനൽ ചൂടും ഒപ്പം നോമ്പും നല്ല ക്ഷീണവും വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതെല്ലാം മാറ്റാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ചെയ്തെടുക്കുന്നത്. ഞാനിതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതെന്ന് നോക്കാം. അതിനു വേണ്ടി ഒരു ബൗളിൽ കസ്കസ് എടുത്തിട്ടുണ്ട്, മറ്റൊരു ബൗളിൽ ചവ്വരിയാണ് എടുത്തത്. രണ്ടും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. ചവ്വരി ഒരു 15 മിനിറ്റ് വെച്ചിരുന്നാൽ പെട്ടെന്ന് ഇത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സമയം ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടി വരും. കസ്കസ് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച ഉടനെ തന്നെ ഇത് നല്ല പോലെ ഇത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലായി കിട്ടും. രണ്ടും നല്ല ശരീരത്തിന് തണുപ്പ് നൽകുന്ന സംഭവങ്ങളാണ്. ഇനി ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഈ ചവ്വരി നന്നായിട്ടൊന്ന് കഴുകി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ചവ്വരി നല്ല പോലെ കുക്ക് ചെയ്തെടുക്കുക തന്നെ വേണം. കാരണം നമ്മൾ ഇനി ഇത് വേറൊരു കുക്കിംഗ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വയറിനൊക്കെ നല്ല കേട് വരാൻ ചാൻസ് ഉണ്ട് ഇത് നല്ല പോലെ വേവാതെ കഴിച്ചാൽ. അപ്പോൾ ഇനി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. കുറച്ച് സാധാ നല്ല വെള്ളം, പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുകയാണ്. എനിക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ചെറിയ ടൈപ്പ് ചവ്വരിയാണ് കേട്ടോ. വലിയ ചവ്വരി കിട്ടുകയാണെങ്കിൽ അതും നല്ലതാണ്. അതാവുമ്പോൾ കാണാനൊന്നും കൂടി ഇങ്ങനെ ബോൾസ് പോലെ ഇരിക്കും. ഇതിനി നമ്മൾ പാലൊക്കെ ഒഴിക്കുമ്പോൾ ഇതൊന്ന് കുറച്ചുകൂടി ഒന്ന് പുറത്തോട്ട് കാണുന്ന രീതിയിലായിട്ടും ഉണ്ടാവും. ഇത് നല്ലപോലെ വേവിച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1.25 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇനി ഇതിലോട്ട് കുറച്ച് ഞാനിവിടെ തിളപ്പിച്ച് വെച്ചിട്ടിരുന്നു കുറച്ച് പാല്, അത് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് രണ്ടും കൂടെ നല്ലപോലെ ഈ ചവ്വരിയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ ചവ്വരിയിൽ ഈ ഒരു പാലിൻ്റെയും പഞ്ചസാരൻ്റെയും ടേസ്റ്റ് ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളിനി ഇത് ഫ്രൂട്ടിൻ്റെ കൂടെയും പാലിൻ്റെ കൂടെയൊക്കെ മിക്സ് ചെയ്ത് പെട്ടെന്ന് കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു ചവ്വരി വേറിട്ട് നിൽക്കുന്ന പോലെ തോന്നും കേട്ടോ. ഞാനിവിടെ കുറച്ച് ഒരു പൈനാപ്പിൾ മുഴുവനും എടുത്തിട്ടുണ്ട്. ഒരു പാനിലിട്ടിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഇതൊന്ന് വറ്റിച്ചെടുക്കൊന്നും വേണ്ട. ഇതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ആ പഞ്ചസാര നല്ലപോലെ ഇതിൽ പിടിച്ച് കിട്ടുന്ന രീതിയിൽ ആയി കഴിഞ്ഞിട്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഒരു വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. വെള്ളം വറ്റിച്ചെടുക്കണമൊന്നുമില്ല. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. ആ വെള്ളം നമുക്ക് കളയണ്ട. നല്ലൊരു പൈനാപ്പിളിൻ്റെ ആ ടേസ്റ്റും ഫ്ലേവറൊക്കെ ഉള്ള ഒരു സ്ക്വാഷ് പോലെ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കാൻ നമുക്ക് പ്രത്യേകിച്ച് ഇന്ന ഫ്രൂട്ട് എന്നൊന്നുമില്ല. നമ്മളെ കയ്യിൽ ഉള്ള എല്ലാ ഫ്രൂട്ടും എടുക്കാം. ഞാനിപ്പോൾ എൻ്റെ അടുത്തുള്ള കുറച്ച് ഫ്രൂട്ട്സുകളാണ് എടുത്തത്. ഈ പൈനാപ്പിൾ ഞാനിതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഡ്രിങ്കുകളൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ പൈനാപ്പിൾ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് നന്നായിരിക്കും. ഞാനിവിടെ പച്ചമുന്തിരി, പൈനാപ്പിള്, കറുപ്പ് മുന്തിരി, അതുപോലെ ആപ്പിള്, അതുപോലെ ബനാന എടുത്തിട്ടുണ്ട്, മാങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് ഡേറ്റ്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്തതാണ്. ഇനി അവിടെ ഒരു ബൗൾ എടുത്തിട്ട് നമ്മൾ ആ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ചവ്വരി മിക്സ് ഉണ്ടല്ലോ, അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ആ കുതിർന്ന് വന്നിട്ടുള്ള ആ ഒരു കസ്കസ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും നന്നായിട്ട് മിക്സായി കിട്ടിയാൽ ഇനി ഇതിലോട്ട് നമുക്ക് ഫ്രൂട്ട് ചേർത്ത് കൊടുക്കണം. ഇനി അതിൽ നട്ട്സുകളൊന്നും പ്രത്യേകിച്ച് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നട്ട്സും ചേർത്ത് കൊടുക്കാം. ഫ്രൂട്ട്സൊക്കെ നമ്മൾ വളരെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. എങ്കിലേ നമ്മൾ ഈ ഒരു ഡ്രിങ്ക് കഴിക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിൽ ചേർത്തിട്ടുള്ള എല്ലാ ഫ്രൂട്ടും നല്ല മധുരമുള്ള ഫ്രൂട്ട്സുകളായതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിൽ ഓവർ മധുരമൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല.
ഇത് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ രുചിയാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്ക് കഴിക്കാൻ. നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമുക്ക് നല്ല ഉന്മേഷമായിരിക്കും. വേനൽക്കാലത്ത് മാത്രമല്ല നമുക്ക് ഏത് സമയത്തും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ഞാൻ ഇതിന് പകുതി ഫ്രൂട്ടിൻ്റെ ഈ ഒരു മിക്സ് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതുകൊണ്ട് ഇനി ഒരു കിടിലനായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൾ പ്രസ് ചെയ്ത് വെക്കണേ. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചല്ലോ പൈനാപ്പിളിൻ്റെ ആ ഒരു സ്ക്വാഷ്, അത് ആ ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചത് ഇതിലോട്ട് ഒഴിച്ച് മിക്സ് ചെയ്തു. ഇനി ആവശ്യത്തിന് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ തിളപ്പിച്ച പാലാണെങ്കിൽ നല്ല പോലെ ചൂട് പോയിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ. ഇനി നമ്മൾ ടേസ്റ്റും ആ ഒരു ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് ചവ്വരി, കസ്കസ്, പാൽ എല്ലാം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ പാലോ വെള്ളമോ കൂടുതൽ ചേർത്ത് കൊടുക്കാം. തിക്കായിട്ടാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. ചവ്വരിയും കസ്കസൊക്കെ കുറച്ച് കൂടുതൽ മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഇത് ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നുമില്ല, ഒരു 1.5 ടേബിൾ സ്പൂണാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ആവശ്യത്തിനൊരു മധുരമുണ്ട്. നമ്മളിങ്ങനത്തെ ഡ്രിങ്കുകളൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ ഒരുപാട് ഓവറായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരുപാട് മധുരമായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മടുപ്പായിരിക്കും കഴിക്കുമ്പോൾ. ഇതിപ്പോൾ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് സെർവ് ചെയ്യാം. അതിന് മുൻപ് ഞാൻ കുറച്ച് പൊമഗ്രാനൈറ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ബൗളിൽ തന്നെ നമ്മൾ സെർവ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കുറച്ച് ഫ്രൂട്ടൊക്കെ മുകളിൽ വെതറി നമുക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. വളരെ രുചികരമായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാബൂദന ഫ്രൂട്ട് ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യുക. ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമുക്ക് വയറും മനസ്സും ഒക്കെ നല്ല പോലെ നിറയുന്ന നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻ്റ് അറിയിക്കണേ. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോയുമായി അടുത്ത് തന്നെ വരാം. താങ്ക്